മലയാളീസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സിനി തോമസ്, നിങ്ങളുടെ സ്വന്തം പാവ മലയാളിയാണ്. അപ്പോ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് എവിടെ നിൽക്കുന്നത്? ഞങ്ങളുടെ കൊച്ചടുക്കളയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സൂപ്പ് ഉണ്ടാക്കുന്നത്, ചിക്കൻ സൂപ്പ്. അപ്പോ ഉണ്ടാക്കുന്നതാണ് ഇവിടുത്തെ ഷെഫാണ് ഉണ്ടാക്കുന്നത്. കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല അഭിപ്രായം തന്നെ പറയണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഷെഫിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ വാചകത്തിൽ റാണിയും പാചകത്തിൽ സീറോയുമാണ്. നാണകേടത്തല്ലേ ഇത്, ഞാൻ കട്ട് ചെയ്യാതെ ഇടും. കാരണം സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്ന ഒരു ജീവിത പങ്കാളി ഉണ്ടാവുന്ന ഒരു ഭാഗ്യമല്ലേ. ഇച്ചായൻ നന്നായിട്ട് ആഹാരം ഉണ്ടാക്കും. അപ്പോ ഇന്ന് വൈകിട്ട് ഇച്ചാൻ എന്താണ് ഉണ്ടാക്കി എന്നെയും എന്റെ പ്രിയപ്പെട്ട യൂട്യൂബ് ഫാമിലിയെ സന്തോഷിപ്പിക്കുന്നത്? പറഞ്ഞോളൂ. കപ്പ ഉണ്ടാക്കണം ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ അത് ഉണ്ടാക്കിയാ പറയാം. ആഗ്രഹമല്ല, ഉണ്ടാക്കും. ഓക്കെ, ഉണ്ടാക്കിയാ പറയാം ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് ഇപ്പൊ ഞാൻ എന്റെ ലൊട്ടു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി കാണിക്കാം. അപ്പൊ ഈ ചിക്കൻ സൂപ്പ് എന്നെ പഠിപ്പിച്ച് തന്ന ചിക്കൻ സൂപ്പിന്റെ കഥയൊക്കെ നമുക്ക് ഇത് അരിയുകയും പൊരിക്കുകയും ചെയ്യുന്ന കൊടുത്തി പറഞ്ഞു പോവാ അല്ലെ. ഇല്ലെങ്കിൽ നമ്മളെ തന്നെ കണ്ട് നിങ്ങൾക്ക് ബോറടിച്ചാലോ അല്ലെ. അപ്പൊ അതിനൊപ്പം ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ ഇടയിലുള്ള ആദ്യത്തെ വീഡിയോയ്ക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും ഒരു സ്വീകാര്യത പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചായിരുന്നോ? ഇല്ല, ഇത്രയും പേര് കാണുമെന്നോ, ഇത്രയും നല്ലൊരു കമന്റ്, ഒത്തിരി പേര് നല്ല കമന്റ് ഒക്കെ ഇട്ടു. 98, ഇപ്പൊ 100 കമന്റ് ഒന്നുമില്ല, അതിൽ 98 കമന്റ് നല്ല കമന്റ് ആണ്. ഒരു 1-2 ചൊറി കമന്റ് ഞാൻ കണ്ടായിരുന്നു. സ്വാഭാവികമാണ് അത് തന്നെ, എനിക്കറിയാം. അത് എല്ലാ വീഡിയോയ്ക്കും വന്ന് ചൊറി കമന്റ് ഇടുന്ന 1-2 പേരുണ്ട്. പക്ഷെ എനിക്ക് സന്തോഷം തോന്നിയ കാര്യമൊന്നുമില്ലോ. അതായത് ഒരു പുള്ളിക്കാരൻ ഒരു ചൊറി കമന്റ് ഇട്ട് ആ ചൊറി കമന്റ് താഴെ വന്നിട്ട് വേറൊരു ചേച്ചി വന്നിട്ട് അതിന് റിപ്ലൈ കൊടുത്തു. അപ്പൊ അത്രത്തോളം നമ്മളെ ആൾക്കാര് സ്നേഹിക്കുന്നുണ്ട്. അവരുടെ വീട്ടില് ഇപ്പൊ സ്വന്തം പിള്ളേരെ ആരെങ്കിലും അല്ലെങ്കിൽ സ്വന്തം അനിയനെയോ പെങ്ങളെയോ ഒക്കെ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? അപ്പൊ ആ രീതിയില് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ അതിന് ഈ ചൊറിക്കമ്മൻ ഇട്ടവരോട് ഞാൻ നന്ദി പറയുന്നു. അവരുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത് മനസ്സിലാവുന്നത്. അപ്പൊ ഞാൻ വാചകം അടിച്ച് ബോറടിപ്പിക്കാതെ നേരെ പാചകത്തിലേക്ക് കിടക്കുകയാണ്. ചെയ്യാൻ പോവുകയാണ്. അരിയുന്നത് ക്യാരറ്റ്, ഒരു 2 ക്യാരറ്റ്, 2 ചെറിയ കിഴങ്ങ്, പിന്നെ ഒരു സബോള എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്രോ സാധനം ഇതിന്റെ അകത്ത് ഇടുന്നുള്ളൂ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരക്കിഴങ്ങ് സാധാരണ ഇതിന്റെ അകത്ത് ഇടും. അത് ഇവിടെ ഉള്ള ആൾക്ക് ഇഷ്ടമല്ല, മധുരക്കിഴങ്ങ് ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മധുരക്കിഴങ്ങ് വാങ്ങിച്ചു. താങ്കളെ തന്നെ ഉദ്ദേശിച്ചത്. പിന്നെ അല്ലാതെ നമ്മൾ സാധാരണ ഇടുന്നത് കിഷുവിം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കിഷു എന്ന് പറഞ്ഞ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പച്ചക്കറി കൂട്ടാതെ കൊണ്ട് അതിന് എന്നെ മലയാളത്തിൽ പറയുന്നത് എനിക്ക് അറിയത്തില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പൊ സാധനം ഉണ്ട്, പണ്ടില്ല. മലയാളത്തിൽ പറയണമെങ്കിൽ പച്ചക്കറി കൂട്ടണമെന്നൊന്നും ഇല്ല, അങ്ങനെ നിയമമൊന്നും ഇല്ല. അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. പണ്ട് ആ പച്ചക്കറി നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നു. ഇപ്പൊ അവോക്കാഡോ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നോ? പച്ചക്കറി അല്ല, ഒരു പഴം. ഓക്കെ, താങ്കൾ എന്നെ വാദിച്ചു ജയിക്കാൻ ശ്രമിക്കരുത്. ഓക്കെ, അപ്പോ കിഷുവിം എന്ന് പറയും. ഇസ്രായേലിൽ കിഷുവിം എന്നാ സാധനം. ഒരെണ്ണത്തിന് കിഷു എന്നും ഒത്തിരി എണ്ണത്തിന് കിഷുവിം എന്ന് പറയും. അത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഉണ്ട്. എങ്ങനെ എനിക്ക് മനസ്സിലായെന്നറിയാവോ? നമ്മുടെ ഒരു ആലപ്പുഴക്കാരൻ ഒരു ചേട്ടനല്ലേ, മറ്റേ കുക്കിംഗ് വീഡിയോ, സോറി കൃഷി വീഡിയോ ചെയ്യുന്നേ, കണ്ടിട്ടില്ലേ ഒരു പുള്ളിക്കാരന്റെ? ഇല്ല, ഞാൻ മനസ്സിലായി. പത്തിങ്കലെങ്ങാണ്ട് വീടുള്ള കഞ്ഞിപ്പാടത്തെ ഭാഗത്ത് അവിടെ. ഓക്കെ, ആ ചേട്ടൻ ഇസ്രായേലൊക്കെ പോയി മറ്റേ കൃഷി ഇത് പഠിക്കാനൊക്കെ പോയായിരുന്നു. ആ ചേട്ടന്റെ ചാനലിന്റെ പേര് എനിക്ക് അറിയത്തില്ല. അപ്പൊ ആ ചേട്ടന്റെ ചാനലിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. ആ ചേട്ടൻ സാലഡിൻ ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ സാലഡിൻ ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ഇസ്രായേലൊക്കെ കൂടുതൽ സൂപ്പിലിട്ട സാധനം കണ്ടേക്കുന്നത് ഫിഷ് എന്ന് പറയും. പിന്നെ ചിലർ ചിക്കൻ കറിക്കകത്തൊക്കെ ഇടും. അപ്പൊ അത് ഇവിടെ ഞങ്ങൾ കടയിലൊക്കെ നോക്കിയിട്ട് അത് കണ്ടില്ല. അപ്പൊ അതുണ്ടെങ്കിൽ അതും കൂടി ഇടും. ഓക്കെ, പിന്നെ ഇതിപ്പോ കണ്ടോ, സാമ്പാറിന് അരിയുന്ന എത്ര വലുപ്പത്തിലാണ് അരിയുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലാണോ? എന്താ ഈ ക്യാരറ്റ് ഇടുമ്പോഴത്തേക്കും ഒത്തിരി മധുരം ചോദിക്കുവോ? ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്, അല്ലാതെ എരിഞ്ഞ കറിയൊന്നും എരിവൊന്നുമല്ല. വേണം നമുക്ക് കുരുമുളക് നമ്മൾ ഇടുമ്പോ അളവ് കൂട്ടി കുരുമുളക് ഇടാം. പക്ഷെ സൂപ്പിന് ഒരുപാട് എരിവ് ആവേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലൊക്കെ ഈ തണുപ്പ് കാലത്ത്, ഞാൻ ഇസ്രായേലിന് എടുത്തെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ?
എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇസ്രായേലിൽ നിന്ന സമയത്തുണ്ടല്ലോ, അവിടുത്തെ ഇസ്രായേൽ അമ്മച്ചി എന്നെ പഠിപ്പിച്ചു തന്നൊരു വിഭവമാണ്. അതുപോലെ തണുപ്പ് കാലത്ത് അവിടുത്തെ എല്ലാ വീട്ടിലും മിക്കവാറും ദിവസങ്ങൾ ഈ സാധനം കാണും. അപ്പൊ അവര് ഈ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടിട്ടേ, നമ്മുടെ നാട്ടില് നമ്മള് തണുപ്പത്ത് കഞ്ഞിയും പയറും കുടിക്കുന്ന പോലെ ഒരു ചൂടുള്ള വിഭവം. പിന്നെ ഈ ചിക്കൻ ഒക്കെ പ്രോട്ടീൻ അല്ലേ, അപ്പൊ അതിനാണ് അവര് ചിക്കൻ സൂപ്പ്, പിന്നെ അല്ലെങ്കിൽ അവര് എന്താ വെജിറ്റബിൾ സൂപ്പ് ഒക്കെ അവർ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് അത് പക്ഷെ അറിയത്തില്ല. കാരണം എന്റെ ഇസ്രായേൽ അമ്മച്ചിക്ക്, നമ്മുടെ സാഫ്ത റിഫ്കയ്ക്ക് ചിക്കൻ സൂപ്പ് ആയിരുന്നു ഇഷ്ടം. മറാക്കോഫ് എന്നാ പറയുന്നത്. അപ്പൊ അമ്മച്ചി എന്നെ പഠിപ്പിച്ചതെന്നാണ് ഈ ഒരു ഐറ്റം. അപ്പൊ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഇതുപോലെ കിഴങ്ങ്, മധുരക്കിഴങ്ങ്, കിഷുവിമ്, സവോള, അങ്ങനെ 1 2 3 4 പച്ചക്കറികളൊക്കെ ഇങ്ങനെ സാമ്പാറിന് അരിയുന്ന കണക്ക് ഇങ്ങനെ കണ്ടം തുണ്ടം വെട്ടി അരിയുക. വെട്ടി അരിഞ്ഞിട്ട് സാമ്പാറിന് ഇത്രയും വലിയ പീസൊക്കെയാണ് അരിയുന്നത്. സാമ്പാറിന് അരിയുന്നത് ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ, നമ്മള് അവിയലിന് നീളത്തിലല്ലേ അരിയുന്നേ. ആണ് എന്നെ നിങ്ങള് പരീക്ഷിക്കാൻ ശ്രമിക്കരുത്, അങ്ങനാന്ന് എനിക്കറിയാം. എനിക്കറിയത്തില്ല, ഞാനിത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. അഭിനയിക്കണ്ട. ഇവിടെ കൂടുതൽ നന്നായിട്ട് ആഹാരം ഉണ്ടാക്കുന്ന ഇച്ചാനാണ്. അപ്പൊ എന്നെ കളിയാക്കുന്ന, എനിക്ക് അടുക്കള വില അറിയാവോന്ന് അറിയാൻ വേണ്ടിട്ട് എന്നെ കളിയാക്കുന്ന കേട്ടോ. സത്യമാണ്, ഞാൻ പറഞ്ഞ സത്യമാണ്. എന്തോ എനിക്ക് അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് അറിയത്തില്ല. എളിമ മറ്റേ പാട്ട് പഠിക്കും, എളിമ എന്ന പരമ പുണ്യം തരണം എന്ന അമ്മയെന്ന് പറഞ്ഞു പഠിക്കും. കുറച്ചുകൂടി പാടാനും എനിക്കറിയത്തില്ല. അയ്യോ എന്റെ മാതാവേ, ഇതൊക്കെ കേക്കുന്നുണ്ടോ? പിന്നെണ്ടല്ലോ പിന്നെ നമുക്ക് ഇതെല്ലാം അരിഞ്ഞ് നമ്മള് ആദ്യം നമ്മള് ചിക്കൻ വേവിക്കാൻ വെക്കണം കേട്ടോ. ചിക്കൻ ഇപ്പം അവിടെയൊക്കെ നമ്മള് ക്നഫായിം എന്ന് പറയും. ഈ നമ്മുടെ ചിക്കന്റെ ചിറകില്ലേ, വിങ്സ് തേണ്ട കിടക്കുന്നുണ്ടോ ഈ സാധനം, ഇങ്ങനെ ഈ വി ഷേപ്പില്. ഇതിന് ചിറകൊന്നുമില്ലേ പറയുന്നേ, ചിക്കൻ വിങ്സ് അത് തന്നെ. അപ്പൊ അത് നമ്മൾ വേവിക്കാൻ വെക്കണം. ഇത് വേവിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇടാം. അവിടെ ആരും മഞ്ഞപ്പൊടിയൊന്നും ഇതിന്റെ കൂടെ എടുത്തൊന്നുമില്ല, പക്ഷെ ഞാൻ ഇടുമായിരുന്നു. ഓക്കെ, നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ മഞ്ഞപ്പൊടി ഇടാം. ഇതൊന്ന് നന്നായിട്ട് വേവണം. നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് വേണം നമ്മള് ഈ പച്ചക്കറിയും കൂടിയൊക്കെ ഇതിന്റെ കൂടെ നമ്മളിങ്ങനെ കണ്ടം തുണ്ടം അങ്ങനെ പറയാം. അല്ലാതെ സാമ്പാറിന് അരിയുന്നതോ അവിയൽ അരിയുന്നത് പോലെ ഒന്നും പറയരുത്. പിന്നെന്താ പറയണ്ടേ? നീ ഇപ്പൊ പറഞ്ഞ പോലെ കണ്ടം തുണ്ടോന്നൊക്കെ പറയാം. കണ്ടം തുണ്ടോ, ഓക്കെ, ഇങ്ങനൊക്കെ പറഞ്ഞാലോ. ഓക്കെ, സമ്മതിച്ചു. ഇങ്ങ വന്നേ, വാ. ഇതുണ്ടോ, ഇതിപ്പോ ഏകദേശം ഇത് വെന്തില്ലേ? വെന്തോണോ? കണ്ടേ വെന്ത്. ഇങ്ങനെ കുറച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അത് നമ്മൾ ആദ്യം തന്നെ ഇത് ഇടണം. ഇതിട്ട് കുറച്ചു നേരം വെറുതെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ അരിയാൻ വേണ്ടിട്ട് പോയാൽ അല്ല, അതും വെറുതെ കുറച്ചു നേരം ഇരുന്നോട്ടെ, അപ്പൊ തിളഞ്ഞോളൂ. നമുക്കും വെറുതെ വേണേ കുറച്ചു നേരം ഇരിക്കാം. അങ്ങനെ തെളിച്ച് പറയണം. അങ്ങനെ തെളിച്ച് തന്നെ പറഞ്ഞേക്കാം. നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ പച്ചക്കറികള് എല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് ചുമ്മാ ഇട്ടേക്കാണ്. ഓക്കെ, ഇട്ടോട്ടെ. എന്നെ ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ ഇട്ട് നമുക്ക് പണ്ട് നീ ഇട്ടോട്ടെ എന്ന് പറയുമ്പോഴേ വേറൊരു കാര്യം ഓർമ്മ വരുന്നത്. പണ്ട് ഇങ്ങനെ ഈ തിരിഞ്ഞു നിന്ന് കണ്ണടച്ചിട്ട് ഇട്ടൂലി ഇട്ടേ നമ്മള് അയ്യോ അന്നൊക്കെ ഇടുന്നത് മറ്റേ സേഫ്റ്റി പിന്നിന്. പക്ഷെ എപ്പോഴും ഞാൻ സെറ്റിപ്പിൻ എന്ന് പറയുന്നത്. സെറ്റിപ്പൻ ഇങ്ങനെ പറയുന്നത്. കൊച്ചിലങ്ങനെ നമ്മള് അറിയാത്ത പ്രായത്തിൽ നമ്മൾ പറഞ്ഞു ശീലിച്ച അങ്ങനെ. പക്ഷെ ഇപ്പോഴും നമ്മൾ അറിയാതെ അങ്ങനെ ചിലപ്പോ സെറ്റിപ്പൻ, സേഫ്റ്റി പിൻ. അത് സേഫ്റ്റി പിൻ ഇട്ടിട്ട് പിന്നെ എന്നിട്ട് നമ്മളത് നടക്കുമ്പോൾ പറയത്തില്ലേ ചൂടുണ്ടോ, നമ്മള് ചോദിക്കത്തില്ലേ, ഇട്ട ആളോട് നമ്മൾ ചോദിക്കും ചൂടുണ്ടോ. അപ്പൊ നമ്മൾ ആ സേഫ്റ്റി പിന്നിന്റെ അടുത്താണെങ്കിൽ അവര് പറയും ചൂടുണ്ട്, കൊടും ചൂട്. പിന്നെ നമ്മൾ അതിന്ന് ദൂരത്തോട്ട് പോവാണെങ്കിൽ എന്നാ പറയും, തണുപ്പ്, കൊടും തണുപ്പ്. ഞങ്ങളുടെ തണുപ്പിലേക്കാണ് പോകുന്നത്. നിങ്ങളും അങ്ങനെ കളിച്ചിട്ടുണ്ടോ? പിന്നെ അപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാവരുടെയും കളിയാണോ അത്? എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടെന്ന് പറയാനായിട്ട് നമ്മളങ്ങ് കിലോമീറ്ററുകൾ 3-4 ട്രെയിൻ കയറി ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനല്ല ഉദ്ദേശിച്ചത്. ഒരു വാർഡിൽ നിന്ന് അടുത്ത വാർഡിലോട്ട് പോയാൽ പോരെ. അപ്പൊ മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇട്ട് ഇച്ചിരി കൂടി ഇച്ചാൻ എരിവ് വേണ്ടുന്നോട് കുറച്ച് വാരിക്കോരി കുരുമുളക് പൊടി ഇടും. അല്ല, ഒരുപാട് ഇട്ട് നിനക്ക് കഴിക്കാൻ പറ്റത്തില്ല. എരിവ് നിനക്ക് അത്രയ്ക്കും പ്രിയമല്ല. പണ്ട് എനിക്ക് നല്ല എരിവ് ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് ഒരുപാട് എരിവ് കൂട്ടാൻ പറ്റത്തില്ല. അപ്പൊ ഇതെല്ലാം ഇട്ടേ. ഇപ്പൊ ഇത് കളർ മാറിയണ്ട. ഒരു പേരിന് വേണമെങ്കിൽ ശകലം കുരുമുളക് കൂടി ഇട്ടു. ഇനി ഇടണോ? ശകലം ഇട്ടു. വെന്ത് കഴിയുമ്പോ നോക്കിയാ പോലും പിടിച്ചിട്ട് വേണമെങ്കിൽ പിന്നെ ഇടാം. അതിന് ഇനി ഇതെല്ലാം കൂടി കടന്ന് നന്നായിട്ട് പച്ചക്കറി വേവട്ടെ. പച്ചക്കറി വെന്ത് കഴിയുമ്പോ നമ്മള് ഇതിലോട്ട് വേറൊരു സാധനം കൂടി ഇടും. ഓക്കെ,
അതെന്താണ് ഇടാനുള്ളത്? അത് സീക്രട്ട് ഒന്നുമല്ല, അതിന് അന്നേരം കാണിക്കാം. താങ്കൾ ഇതിന്റെ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞില്ലേ, എന്താണ്? പഞ്ചായത്തിന്റെ കാര്യം. അപ്പൊ കൊറേ പേര് കമന്റ് ഇട്ടിട്ട് ചോദിച്ചായിരുന്നു. ഞാൻ വിചാരിച്ച ഇതിപ്പോ ഒരു ബ്രേക്ക് ആയിട്ട് കണ്ടുകൊണ്ട് നീ ഇപ്പൊ ഒരു പാട്ട് പാടുമായിരിക്കും എന്ന്. എന്നിട്ട് ഇവിടെ എനിക്കുള്ള സബ്സ്ക്രൈബേഴ്സ് കൂടി പോവാൻ വേണ്ടിട്ടാണോ? പാടുന്നാലും കുഴപ്പമില്ല. താങ്കളുടെ ബുദ്ധി വിമാനമാണ്. പറയാൻ വന്ന മാട്ടർക്ക് വാ. പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി കുറച്ചു നേരം നമുക്ക് എന്തായാലും വേവ് പോലെ നമുക്ക് രണ്ടുപേർ കൂടി കാണാം. ഇല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇന്ന് വർത്താനം കൊണ്ട് ബോറടിക്കുന്ന ചായ. എന്തോ നിനക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞത് ഇച്ചിരി മുമ്പ് വീഡിയോയിലോ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇച്ചായൻ പറഞ്ഞില്ലേ, ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലോട്ട് പോയാൽ പോരെ, ബസ്സും ഇതൊന്നും പിടിച്ചു പോകണ്ടല്ലോ. നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന കാര്യമല്ലേ? നിങ്ങൾക്കറിയത്തില്ലേ? കമന്റിൽ കണ്ടില്ലേ ചേട്ടന്റെ വീട് എവിടെയാണ്? അത് ഞങ്ങളുടെ വീട് പുളുങ്ങുന്നാണ്. പുളുങ്ങുന്നെന്ന് പറഞ്ഞാൽ എവിടെയാണ്? കുട്ടനാടാണ്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടെന്ന് പറയുന്ന പ്രദേശത്തെ പുളുങ്കുന്ന പഞ്ചായത്തിലുള്ളവരാണ് ഞങ്ങള്. പുളുങ്കുന്നെന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. അപ്പൊ ഒരു കുട്ടനാടൻ ഗ്രാമമാണ്. എന്റെ നാട് പുളുങ്കുന്നെന്ന് പറഞ്ഞ സൈഡിൽ ഞാൻ എന്റെ പഴയ വീഡിയോ ഒന്ന് പ്രൊമോട്ട് ചെയ്യാണ്. എന്റെ നാട് പുളുങ്കുന്നെന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ നാട്ടിൻപുറത്തെ ചില കാഴ്ചകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അല്ലെങ്കിൽ ആഗ്രഹമുള്ളവരൊന്ന് കണ്ടു നോക്കാം, ഞങ്ങളുടെ സ്ഥലം കാണാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു നാട്ടുകാരാണ്, പക്ഷെ രണ്ട് ദിക്കാണ് അല്ലേ? ഇച്ചാൻ എവിടെയാ? ഞാൻ കിഴക്ക് പോകണം, പഞ്ചായത്തിന്റെ അവിടെ നിന്ന് കിഴക്കോട്ട് പോകണം. പഞ്ചായത്തിന്റെ അവിടെ തന്നെ അടുത്ത് തന്നെ വീട്. ഇപ്പൊ എളുപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ കുരിശുപള്ളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് കിഴക്കോട്ട് പോകണം. ഓക്കെ, എന്റെ വീടെന്ന് പറയുന്നത് വെല്ലുവിളി കഴിഞ്ഞിട്ട് അകത്തോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ കപ്പേളയുടെ അടുത്താണ്. അപ്പൊ രണ്ട് അതിർത്തിയാണ്. നമ്മൾ ഒരു സ്ഥലമാണെങ്കിലും നമ്മുടെ പുളുങ്ങുന്ന അത്യാവശ്യം വലുതാണ് അല്ലേ? ഓക്കെ, ഞാൻ എന്റെ വീട് പുളുങ്ങുന്നതിന്റെയും വെളിനാടിന്റെയും അതിർത്തിയിലാണ്. അതിർത്തിയിലൊന്നുമല്ല, എന്തോ 3-4 വീട് ഇപ്പുറത്ത്. അതന്നെ അതിർത്തിയിലെ പുരുഷുവാണിത്. പുരുഷു തന്നെ അനുഗ്രഹിക്കൂ. പുരുഷു ഇതിന്റെ ഇടയ്ക്ക് സൂപ്പിന്റെ കാര്യം മറന്നുപോലെ. ഇല്ല, അത് നല്ല മണം വരുന്നുണ്ട് ഇല്ലേ? മണം അത്ര എനിക്ക് അങ്ങോട്ട് സൂഹിക്കുന്നില്ല. അത് ഇപ്പൊ ശരിയാക്കിട്ടാ, ഒരു സാധനം കൂടി ഇടാനുണ്ട്, അപ്പൊ സെറ്റാവും. താങ്കൾ എന്നെ നിരുത്സാഹപ്പെടുത്താതെ, വല്ലാതെ തളർത്താതെ. ഈ രാമൻകുട്ടി അങ്ങനെ തളരില്ലേ? തളരരുതേ രാമൻകുട്ടി, തളരരുതേ. ഓക്കെ, അപ്പൊ എന്ത് ദൈവമേ, നമ്മുടെ ചളു കേട്ട് ഇവര് ചിലപ്പോ ഇട്ടിട്ട് പോകും. എന്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് അതിനുള്ള ഉത്തരവാദിത്തം നിങ്ങൾ മാത്രമായിരിക്കും കേട്ടോ. ഓക്കെ, എന്റെ കെർഹോളൊരു അമ്മച്ചുണ്ട്, എന്തായാലും നമ്മൾ ഇതുപോലെ പറയണേ. യെസ് മോം വിട്ടു ഞാൻ അവരെ ഓർത്ത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു നാട്ടുകാരാണ്. ഇപ്പൊ ആൾക്കാർക്ക് പിടിക്കിട്ടാണല്ലോ. പിന്നെ എല്ലാരും ഒത്തിരി എന്താ നിങ്ങൾ നന്നായിട്ടിരിക്കട്ടെ അങ്ങനത്തെ കമന്റ്സ് ഒക്കെയാണ്. അപ്പൊ നമുക്ക് ഒത്തിരി സന്തോഷം. ഇനി നമുക്ക് സൂപ്പ് കുടിക്കുന്ന അടുത്തത് നമുക്ക് കാണാം. അപ്പൊ അതുവരെ ഷോർട്ട് ബ്രേക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല അവസാനം ഒരു സാധനം കൂടി ഇടണം എന്ന്. അത് ചെയ്താ സെല്ലറി അല്ല, സീക്രട്ട് സാധനം ഒന്നല്ല, ഇതിന് നല്ല മണം ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു അവിടെ ഇസ്രായേലൊക്കെ ആണെങ്കിൽ അവര് മറാക്കോഫ് എന്ന് പറഞ്ഞിട്ട് ഒരു പൊടിയും കൂടി അവരിതിന്റെ കൂടെ ഇടും, ഒരു സൂപ്പിന്റെ പൊടി. പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ ഉള്ള സാധനം വെച്ചിട്ട് ഇടുവാണ് കേട്ടോ. അപ്പൊ വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ല, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, നമ്മളൊരു ഇത്രത്തോളം എടുത്തിട്ടുള്ള ഒരു ഇത്രോ എടുത്ത് നമ്മൾ ഇതിനേക്കാട്ട് ഇട്ടേക്കാണ്. നമ്മുടെ ചിക്കനൊക്കെ കാണാം നന്നായിട്ട് വെന്ത് അതിന്റെ എല്ലാം വിട്ട് വന്നുണ്ടോ? അതേന്ന് കണ്ടോ, എല്ലും തോലും എല്ലാം പോയതുണ്ടോ? ഇതുപോലെ വെന്ത് നന്നായിട്ട് വരണം. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ചിക്കൻ സൂപ്പ് റെഡിയായി. താഴെ പോ, നേരെ പിടിക്കേ. എങ്ങനെയുണ്ട്? കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നീ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ ഉള്ളൂ ഗുണമുണ്ടോ. മണം വലിയ കുഴപ്പമില്ല. മണമുണ്ടോ? ഇപ്പൊ ഇച്ചിരി നല്ല മണമൊക്കെയാണ്. കഴിച്ചു നോക്കിയാലേ അതിന്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. ചൂടാണ്, എന്റെ വാ കൊള്ളുവേ. തൊള്ളട്ടെ, കുറച്ചേരം ഉണ്ടായിരിക്കും. ഇങ്ങോട്ടോ, ഞാൻ എടുത്തോളാം. എന്റെ കൈ കൊള്ളുന്നു.
പിന്നെ ഞാൻ ഈ ചൂടോടെ ഞാനും കുടിച്ചിട്ടുണ്ടെങ്കിൽ നാക്ക് കൊള്ളാനല്ലേ. ഊതിയിട്ട് കുടിക്കും, ഊതിയിട്ട് കുടിക്കും. പുള്ളിപ്പോയി ഞാൻ ഉത്തരവാദിയല്ല. വേണ്ട ഞാൻ തന്നെ, ഞാൻ ലേറ്റ്. വേണ്ട 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 കുടിച്ചു. കുഴപ്പമില്ല. കുരുമുളകിന്റെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായില്ല അതിന്റെ അർത്ഥം. നമ്മുടെ ധ്യാനത്തിനല്ലേ, നമ്മുടെ കല്യാണത്തിന് മുന്നുള്ള ധ്യാനത്തിന് അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞ ഓർമ്മയുണ്ടാ? എന്താ പറയാ, ഞാൻ അങ്ങനെ ഒന്നുള്ള കാര്യമൊന്നും ചോദിക്കില്ലേ, അതെല്ലാം മറന്നുപോയി. മറക്ക് നിങ്ങള്. അന്നേരത്തേക്ക് അച്ഛൻ പ്രത്യേകം പറഞ്ഞായിരുന്നു, പെൺപിള്ളേരെ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഈ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ആണുങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, എത്ര നന്നായിട്ട് ഉണ്ടാക്കി കൊടുത്താലും കുഴപ്പമില്ല എന്നൊരു മറുപടിയെ അങ്ങേയറ്റത്തൊരു അപ്രിസിയേഷൻ ആയിട്ട് കിട്ടാത്തുള്ളതാണ്. അത് സത്യമാണ്. അങ്ങനെ ഉണ്ടായിരുന്നു. സത്യസന്ധമായ അഭിപ്രായം ഇപ്പോൾ പറയാം. നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ടേസ്റ്റ് ഉണ്ട്. സത്യമാണോ? സത്യമാണ്. ഓക്കെ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതി മുമ്പാകെ അല്ല, യൂട്യൂബ് മുമ്പാകെ, ഈ സൂപ്പ് മുമ്പാകെ, കുടിക്കാൻ പോകുന്ന സൂപ്പ് മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിക്കുന്നു. നല്ല സൂപ്പാണ്. കുടിക്കാൻ പോകുന്നു. ഇപ്പൊ കുടിച്ചില്ലേ? കുടിച്ചായിരുന്നു. കുടിച്ചപ്പോ നല്ല ടേസ്റ്റ് തോന്നി. ഓക്കെ. ഇനി ഞാൻ ടേസ്റ്റ് കൂടെ നോക്കിയാ നോക്കട്ടെ. ഇത് പിടിക്കാമോ? എന്റെ കൈ കൊള്ളുന്നു. താഴെ പോകുന്നു. ചിരിപ്പിക്കല്. ഉപ്പ് ഇച്ചിരി കൂടുതലാണോ? ഇല്ല, കറക്റ്റാ. കുഴപ്പമില്ല, കുഴപ്പമില്ല. കൂടിപ്പോയെങ്കിൽ ഉപ്പ് കൂടിപ്പോയെങ്കിൽ കുടിക്കണ്ട. അപ്പൊ ഇത് നന്നായി എനിക്ക് മനസ്സിലായി. ഓക്കെ. അപ്പൊ നമ്മുടെ വീഡിയോ കുറെ ആയിട്ട് ഇവരെ ബോറടിപ്പിച്ചു നമ്മള്. അപ്പോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പൈസ ഒന്നും പോകത്തില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്, അതുകൊണ്ടാണ് പൈസ പോകത്തില്ലെന്ന് എടുത്ത് പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഞാനൊരു പാവം മലയാളി.